ഭാരതത്തിലെ പൗരാണിക ക്ഷേത്രങ്ങൾ ഋഷിമുനികളുടെയും ശില്പികളുടെയും അതിബൃഹത് കാവ്യങ്ങളാണ്. നമ്മൾ ഇതിനെ വെറും ടെമ്പിളായിട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവയുടെ നിർമ്മാണ ശൈലികളും ശില്പികളും പ്രതിമകളും അതിലെ ഭൗമശാസ്ത്ര തത്വങ്ങളൊക്കെ ചേരുമ്പോൾ അതിലൊരു രഹസ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ പല ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അത്ര ലളിതമല്ല. ഇവയിൽ പതിയിരിക്കുന്നത് ആകാശശാസ്ത്രവും ഗണിതവും ശബ്ദ തത്വങ്ങളും ആധ്യാത്മികതയും ചേർന്ന ഒരു കോഡാണ്. എല്ലാവിധ മൂർച്ചയേറിയ വിജ്ഞാന തത്വങ്ങൾ അടങ്ങിയ ഒരു ജീവിത മാനുവൽ. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഈ രഹസ്യ കോഡുകൾ അനാവരണം ചെയ്യാം. ചിദംബരം ക്ഷേത്രത്തിൽ നമുക്ക് കാണാനാകുന്നത് ശൂന്യമായൊരു വിസ്മയമാണ്. നടരാജനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശൂന്യാകാശം. ഇത് സത്യത്തിൽ നത്തിങ്നെസ്സിനുള്ള ഒരു ആരാധനയാണ്. ക്വാണ്ടം ഫിസിക്സിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടം വാക്യത്തിന് സമാനമായത്. നടരാജന്റെ താണ്ഡവം തന്നെയാണ് പ്രകൃതിയുടെ ലയനവും സൃഷ്ടിയും. ഇതൊരു കൃത്യമായ കോഡാണ്, വൈജ്ഞാനികവും ആത്മീയമായ ഒരു സങ്കേതം. കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രം നോക്കൂ, അതിന്റെ സ്പോക്കുകൾ 8 മണിക്കൂറിന്റെ ഹവറുകൾ പോലെ. എന്നാൽ പടി കൂടിയ ഡീറ്റെയിൽസ് സമയത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു സൂര്യഘടികാരമായിരുന്നു. ഇവിടെ സൂര്യപ്രകാശം എങ്ങനെയായാലും ദൈവത്തെ തൊടുന്ന വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപൂർവമായ ഭൗമ്യശാസ്ത്ര കൃത്യതയാണിത്. കൈലാസ ക്ഷേത്രം പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് മാത്രം വെട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും ഇന്നിതിന് സമാനമായ ഒരു സാങ്കേതിക വിദ്യ കാണാനാകില്ല. പൂർണ്ണമായും ദൃഢമായ ഒരു പാറക്കലിൽ നിന്നാണ് ഈ ക്ഷേത്രം ഉരുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൃഢമായ പാറക്കലിൽ നിന്നും ഏകദേശം 2 ലക്ഷം ടൺ കല്ലുകൾ നീക്കം ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെറും ആർക്കിടെക്ചർ അല്ല, മറിച്ച് അന്യഗ്രഹ സാങ്കേതികതയാണോ എന്ന് ഉള്ള ചോദ്യങ്ങൾ പോലും പലരും ചോദിക്കാറുണ്ട്. നല്ല കെട്ടിട ശില്പത്തെക്കാൾ കൂടുതൽ ശാസ്ത്രം ഈ ക്ഷേത്രങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് ഹംപി ക്ഷേത്രങ്ങളിലെ സംഗീത സ്തംഭങ്ങൾ, അവ സ്പർശിച്ചാൽ ശബ്ദമുണ്ടാകുന്നു. ഇത് അക്കോസ്റ്റിക് റെസൊണൻസ് എന്ന ശബ്ദ തരംഗങ്ങളുടെ കൃത്യതയാണ്. ദൈവ പ്രാർത്ഥനയ്ക്ക് ശബ്ദം അത്യാവശ്യമാണെന്ന് പുരാതനർ മനസ്സിലാക്കി. ശബ്ദതത്വവും നാദം, ഇതാണ് ശാസ്ത്രവും ആത്മാവും ചേർന്നതിന്റെ ഉദാഹരണം. ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, സ്വർണ്ണ നിരൂപണം, മാൻലാൻഡ്, ഫ്രാക്ടൽ ഡിസൈൻ എന്നിങ്ങനെ കണിത തത്വങ്ങളെ ആധാരമാക്കിയാണ്. ഇത് ആകാശശാസ്ത്രവും ഉത്സവഘടനയും ശബ്ദ പ്രകമ്പനും ഒക്കെ കണക്കാക്കി രൂപപ്പെടുത്തിയതാണ്. ഇത് നമ്മളെ ഒരിക്കലും സ്കൂളിൽ പഠിപ്പിക്കാത്ത, എന്നാൽ നമ്മുടെ പുരാതന പൈതൃകത്തിൽ പതിന അത്ഭുതങ്ങൾ മാത്രമാണ്. ഇവ കാഴ്ചക്കാർക്ക് ക്ഷേത്രങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ക്ഷേത്രങ്ങളെല്ലാം ശാസ്ത്രവും ആത്മാവും ചേർന്നൊരു കോഡുണ്ട്. നമ്മുടെ പുരാതന കാലഘട്ടത്തിലെ മനുഷ്യർ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചതെന്ന് അന്വേഷിച്ചാൽ പുതിയ ലോകത്തിലെ ഒരു അടിത്തറ നമുക്ക് ലഭിക്കും. ഇതുപോലെയുള്ള രഹസ്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ സോവറിൻ സീക്രട്സ്. അനവധി ക്ഷേത്രങ്ങൾ ശില്പങ്ങളിലൂടെയോ ഗർഭഗൃഹത്തിൽ തറയിൽ പതിനെട്ടുള്ള ചിഹ്നങ്ങളിലൂടെയോ അപൂർവമായ അക്ഷരങ്ങൾ കാണാം. ഇത് പലപ്പോഴും സംസ്കൃതത്തിലോ ബ്രാഹ്മലിപിയിലോ ആയിരിക്കാം എഴുതിയിരിക്കുന്നത്. പക്ഷേ ചിലതൊക്കെ ഇന്നും നമുക്ക് വായിക്കാനാകാത്ത രഹസ്യ ഭാഷകളായിട്ടും ഉണ്ടായിരുന്നു. ഇവയിൽ ചിലത് ജ്യോതിഷമോ മന്ത്രശാസ്ത്രമോ അല്ലെങ്കിൽ കാലമെന്ന് റിതം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന രഹസ്യ സാങ്കേതികളോ ആകാം. പളനി മുരുക ക്ഷേത്രം മുതൽ അങ്കോവാട്ട് വരെ പുരാതന ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങൾ പ്രത്യേക നക്ഷത്ര സ്ഥിതികളുമായി പൂർണ്ണമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ക്ഷേത്രങ്ങൾ ഓറിയന്റ് ബെൽറ്റ് നക്ഷത്ര സമൂഹത്തിന് ചേരുന്നതാണ്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹം എപ്പോഴും ഇരുണ്ടതും കത്തുന്ന ദീപങ്ങളാൽ മാത്രം പ്രകാശമുള്ളതാണ്. ഇത് ഭക്തന്റെ ചിന്താ തരംഗങ്ങൾ ശാന്തമാകാൻ സഹായിക്കും. ഇതൊരു ഓഡിയോ വിഷ്വൽ തെറാപ്പിയാണ്. ചില ക്ഷേത്ര മണ്ഡപങ്ങളിൽ നാം ഒരു ശബ്ദം വിളിച്ചാൽ അതിന്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് ശബ്ദ തരംഗങ്ങളുടെ പൊസിഷനിങ് കൃത്യമായി കണക്കാക്കി കെട്ടിയതാണ്. ഇത് പൗരാണിക സാങ്കേതിക വിദ്യയുടെ ഉന്നതമായ ഒരു ഉദാഹരണമാണ്. ഈ എല്ലാ രഹസ്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സന്ദേശമാണ്. നാം ഈ ഭൂമിയിലെ ഒരു ഭാഗം മാത്രമാണ്. ശക്തി, ശാസ്ത്രം, ശബ്ദം, പ്രകൃതി, ആത്മാവ് എല്ലാം ചേർന്നിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ. ഇത് നമുക്ക് നമ്മുടെ ആത്മീയ ബോധം തിരിച്ചറിയാനുള്ള ഒരു പാതയാണ്. ക്ഷേത്രങ്ങൾ എന്നത് ഭക്തിയുടെ അടയാളം മാത്രമല്ല, പല തലങ്ങളിലായി മനുഷ്യബുദ്ധിയുടെ പരമാവധി നിലപാടുകളുടെ ഒരു കലവറ. പഴയ കാലത്ത് സാങ്കേതിക വിദ്യയും ആത്മീയതയും കൂട്ടിയിണക്കി മനസ്സിന്റെ അതിരുകൾ ഭേദിക്കുന്ന ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്ന ഒരു അത്ഭുതം.